ഗുഡ് മോർണിംഗ്. ഒരുപാട് സന്തോഷങ്ങൾക്കിടയിൽ വലിയൊരു സങ്കടം കൂടി ഉണ്ടായൊരു ദിവസമാണ് കേട്ടോ എനിക്കിന്ന്. അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ രാവിലെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ചപ്പാത്തിയും കറിയുമാണ് ഇന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ചപ്പാത്തി ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നു, അവരുടെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കും. പിന്നെ എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിന്ന് ബിരിയാണി ഉണ്ടാക്കി എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് ഒരു വലിയ ക്വാണ്ടിറ്റി, പറ്റുമെങ്കിൽ അയൽക്കാർക്ക് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് വലിയൊരു അളവിൽ തന്നെ ഒരു ബിരിയാണി ചെമ്പ് ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ബിരിയാണി തന്നെയാണ് എൻ്റെ സങ്കടത്തിന് കാരണം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അത്രയും സൂക്ഷിച്ച് വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വീട്ടിൽ നിന്നൊക്കെ പെട്ടെന്ന് ചടപടയെന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കും. എനിക്കൊക്കെ വേണ്ടിയിട്ട് കുക്കറിലൊക്കെ പെട്ടെന്ന് വെക്കും. ഇത് അതുപോലെയല്ല, കുറേ ടൈം എടുത്തുണ്ടാക്കി. പാത്രം കഴുകാനുള്ള ഡ്യൂട്ടിയൊക്കെ ഭാവിക്കുകയാണ്. അവളത് ചെയ്തോളും. ഒരുപാട് പാത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പാവം, അവൾ നിർത്താതെ കഴുകേണ്ടി വരുന്നുണ്ട്. ഞാനും അതുപോലെ തന്നെ നല്ല കാര്യപ്പെട്ട കുക്കിങ്ങിലാണ്. ബാക്കി എല്ലാവരും അവരുടേതായിട്ടുള്ള ജോലിയിലേക്കൊക്കെ പോയി. ഞാൻ പിന്നെ ആരും അടുപ്പിച്ചിട്ടില്ല. മൊത്തത്തിൽ ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചിക്കനുള്ള മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറേ നേരം വഴറ്റി അങ്ങനെയൊക്കെ ചെയ്തതാണ്. കുറേ ടൈം എടുത്ത് ഇങ്ങനെ വഴറ്റി വെക്കൂലേ, അങ്ങനെ എല്ലാം ഇട്ട് ഒന്നിനൊരു കുറവും എത്തിയിട്ടില്ല. എല്ലാ മസാലകളും എല്ലാം ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇത്രയും വലിയൊരു ചെമ്പിലാണ് ഞാൻ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നത്. ഭാഗ്യത്തിന് ഈ റൈസൊക്കെ അധികം എനിക്ക് റൈസിലാണ് കേട്ടോ പ്രശ്നം വരാറുള്ളത്. കുറേ വെന്ത് പോകുന്ന പ്രശ്നം, അല്ലെങ്കിൽ അധികം വേവാത്ത പ്രശ്നം, ഇത് രണ്ടും വരാറുണ്ട്. ഇന്ന് ഭാഗ്യത്തിന് എല്ലാം കറക്റ്റായിട്ട് വന്നതാണ്. അത് ദമ്മിട്ട ഗ്യാപ്പിൽ ഞാൻ എൻ്റെ മോളും കൂടെ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛനവിടെ അടുത്തുണ്ട്. അവൾ പിന്നെ ക്യാമറ കണ്ടാൽ പിന്നെ ഫുൾ ഗോഷ്ടി കളിയാണ്, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ എൻ്റെ ദമ്മ് പൊട്ടിക്കാനുള്ള സന്തോഷത്തിൽ ഞാൻ അവിടെ പോവാണ്. ഞാൻ എല്ലാവരെയും വിളിച്ച് വരുത്തി, എല്ലാവരും കാണാൻ എൻ്റെ ദമ്മ് പൊട്ടിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ഞാനും ഭയങ്കര പ്രൗഡായിരുന്നു കേട്ടോ ആ സമയത്ത്. ഇത്രയും ക്വാണ്ടിറ്റിയിൽ കാണുമ്പോൾ, ഇതിൽ കാണുമ്പോൾ ആ ചെമ്പ് അത്രയ്ക്ക് വലുപ്പം ഇല്ലാത്ത പോലെ ഉണ്ട്, പക്ഷേ ആക്ച്വലി നല്ല വലുപ്പമുണ്ട് കേട്ടോ, ഒരുപാട് അളവിലും ഉണ്ട്. അങ്ങനെ നല്ല സ്മെല്ലുണ്ടായിരുന്നു. ഇത് പൊട്ടിച്ച സമയത്ത് ഭയങ്കര നല്ല സ്മെല്ലുണ്ടായിരുന്നു. അങ്ങനെ നല്ല രസമായിട്ട് മുള്ള റൈസ് വെന്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തു. പിന്നെ ഞാൻ ലാസ്റ്റാണ് കേട്ടോ ഈ മല്ലിയിലയും അണ്ടിപ്പരിപ്പ് അതൊക്കെ ഇല്ലേ, അതൊക്കെ ലാസ്റ്റാണ് ഇടുക. ഇതിൻ്റെ കൂടെ ദമ്മിടുമ്പോൾ അത് ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് കുഴഞ്ഞു പോകും. എന്നെപ്പോലെ തന്നെ എല്ലാവരും ഇത് കഴിക്കാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്തായാലും എല്ലാം നന്നായി വന്ന സ്ഥിതിക്ക് ഇത് അടച്ച് വെക്കണം കേട്ടോ. നമുക്ക് കഴിക്കാനുള്ള സമയമായിട്ടില്ല. എന്തായാലും ഓക്കെ ആണെന്ന് നോക്കി ഓക്കെ ആയി തൃപ്തിയായി ഇത് വെച്ചിട്ട് നമ്മൾ പോവാണ്. പിന്നെ ഇവരുടെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ബ്രദർ ഇവിടെ നന്നായിട്ട് ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യും കേട്ടോ. അയ്യോ, പറഞ്ഞറിയിക്കാൻ വയ്യ, നല്ല കഴിവുള്ള മനുഷ്യനാണ്. അതുപോലെ ഉണ്ടല്ലോ, നമുക്ക് ഈ കൊതുകടി കൂടിയ സമയത്ത്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് ഇതുപോലെ വീടിന് നെറ്റ് വെക്കുമല്ലോ, നെറ്റിൻ്റെ ഡോറ്, അങ്ങനെ വെക്കുമ്പോൾ അവരെ വിളിച്ച് ചോദിച്ചു, അതിൻ്റെ ആൾക്കാരെ വിളിച്ച് ചോദിച്ചപ്പോൾ 6000 രൂപയാണ് പറഞ്ഞത്. നമ്മുടെ നാട്ടിലൊക്കെ 3000 രൂപയ്ക്കാണ് എൻ്റെ വീട്ടിലൊക്കെ വെച്ചത്. ഇവിടെ നേരെ ഇരട്ടിയാണ് ഇതിൻ്റെ പൈസ. അപ്പോൾ അത് കേട്ടപ്പോൾ അയ്യോ, അത് കൂടുതലല്ലേ എന്നുള്ള ഒരിത് വന്നു. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാത്തിനും ഒരു പൈസയാണ്. നമ്മൾ സാധനം വാങ്ങാനും പൈസയാണ്, നമ്മൾ ഇതുപോലെ കൂലി കൊടുക്കാനും പൈസയാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഓൾറെഡി ഇതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. സ്വന്തമായിട്ട് ചെയ്ത ഒരു സംഭവമാണ് കേട്ടോ അത്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു കഴിവ് തന്നെയല്ലേ, അങ്ങനെയൊക്കെ ചെയ്യാനുള്ള. കുറച്ച് സമയം കൊണ്ട് തന്നെ അതുപോലത്തെ ഒരു ഡോർ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിപ്പോൾ കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു പരിപാടി. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കോല അപ്പുറത്തും ഇപ്പുറത്തും കൂടി ഒന്നുകൂടി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ചും കൂടി ഒരു പവർ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് അവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ ഏട്ടനും ഉണ്ട്. അങ്ങനെ രണ്ടാളും കൂടി അതിൻ്റെ പണിയിലാണ്. അപ്പോൾ ഇതിനൊക്കെ നല്ല സ്കില്ലുള്ള ആൾക്കാരാണ്. ഇങ്ങനെ ഉണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലും അതുപോലെ എന്ത് ഇലക്ട്രോണിക് വർക്കോ അങ്ങനെ എന്തുണ്ടെങ്കിലും പുറത്ത് നമുക്ക് ഒരാൾ വേണ്ട, നമുക്കിതൊക്കെ ചെയ്യാനൊരു എല്ലാത്തിനും ഓൾറൗണ്ടറായിട്ട് ഒരാളുണ്ട് കേട്ടോ. അങ്ങനെ സക്സസ്ഫുള്ളി ഈ സംഭവങ്ങൾ അവരുടേത് കഴിഞ്ഞു. എന്തായാലും അവരുടെ ചെയ്ത പണികളൊക്കെ നേരം നന്നായി വന്നു. എൻ്റെതാണ് എന്തായാലും കയ്യിൽ നിന്ന് പോയത്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഏകദേശം ഇതോടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി ലഞ്ച് കഴിക്കാനിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തിലും മക്കളും എല്ലാവരും കൂടി വന്നിരുന്ന് ലഞ്ച് കഴിക്കുകയാണ്. പക്ഷേ ഒരു ക്ലോറിൻ ചോയാണ് വന്നത്. ഞാൻ പറഞ്ഞുതരാം ഈ ക്ലോറിൻ ചോയ എങ്ങനെ വന്നു. നമുക്ക് ആദ്യം ഒന്നും മനസ്സിലായിട്ടില്ല.
പിന്നെ മനസ്സിലായി ഈ ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ്റെ സ്കിന്നിൻ്റെ ഭാഗത്തു നിന്ന് അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ആ ചൊയ വന്നത്. അത് ഇതിലേക്ക് മുഴുവൻ സ്പ്രെഡായി. പിന്നെ എൻ്റെ മക്കൾ പാവം അത് ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ. ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും അതിനിഷ്ടമാണ്. പിന്നെ എല്ലാവരും എന്നെ സമാധാനിപ്പിച്ചിട്ട് ആണ് എല്ലാവരും ഒക്കെ പറയുന്നുണ്ട്. ഞാൻ കഷ്ടപ്പെട്ടല്ല, അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇവർ ആ സ്കിന്ന് അവർ കരിച്ച് കളയുമ്പോൾ പിന്നെ നേരെ ക്ലോറിൻ്റെ വെള്ളത്തിലേക്കാണ് ഇട്ടിരുന്നത്. അങ്ങനെ ആ ഒരു ചൊയ ഇതിൽ മുഴുവൻ സ്പ്രെഡായി പോയതാണ്. ഞാനാണെങ്കിൽ പോയിട്ട് ഫ്രഷ് കോഴി വേണമെന്ന് പറഞ്ഞില്ല, അതെൻ്റെ മിസ്റ്റേക്കാണ്. ഓൾറെഡി അവരവിടെ ഉണ്ടായിരുന്ന ചിക്കൻ എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ അതിൽ നിന്ന് വന്നതാണ്. ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല, എന്തായാലും കയ്യിൽ നിന്ന് പോയി. ഇറ്റ്സ് ഓക്കെ. പിന്നെ നമ്മളിന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 1-2 വില്ല കാണാൻ പോവുകയാണ്. സെയിലിന് ഇട്ടിട്ടുള്ള വില്ല. ഇത് അടുത്തുള്ള ഒരു പുതിയ വില്ലയുടെ ഒരു വീട്ടുകൂടലാണ് കേട്ടോ നാളെ വരുന്നത്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ അവർ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്, ലോഡൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ്, നല്ല രസമുണ്ടായിരുന്നു. ആ വണ്ടി മുഴുവൻ ഓല കൊണ്ട് ഇങ്ങനെ മറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ വില്ല അടിപൊളിയാണ്. അപ്പോൾ നമുക്കിത് വാങ്ങിയാൽ കൊള്ളാമെന്ന് നല്ല ആഗ്രഹമുണ്ട്, ലോൺ എടുത്തിട്ടായാലും വാങ്ങണമെന്നുണ്ട്. അപ്പോൾ ആ ഒരു ആഗ്രഹം കൊണ്ട് നമ്മൾ 1-2 വില്ല കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ പുറത്ത് ജോലി കിട്ടിയപ്പോൾ അവർ പെട്ടെന്ന് വിറ്റ് പോവേണ്ടി വന്നതാണ്. അപ്പോൾ ഇൻറ്റീരിയറൊക്കെ കഴിഞ്ഞ വില്ലയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എനിക്കിത് ഫസ്റ്റ് തന്നെ കയറുന്നിടത്താണ് നമ്മളെ ബെഡ്റൂം വരുന്നത്. പിന്നെ നമ്മളെ വീട് പോലെയല്ല കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല വ്യത്യാസമുണ്ട്. നിറയെ ലൈറ്റും കളർ ഇങ്ങനെ അടിച്ച് മിന്നിച്ചിരിക്കുക. ബുദ്ധനെ മാത്രമേ സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമായിട്ടുള്ളൂ. പിന്നെ ഒരു പൂജാ റൂമുണ്ട്. പിന്നെ ഒരു കിച്ചൺ ഓക്കെയാണ്, പക്ഷെ കുറച്ച് ഇടുങ്ങിയതാണ്. എന്നാലും കിച്ചൺ ഓക്കെയാണ് കേട്ടോ, നല്ല രസമുണ്ട്, നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ആകെ മൊത്തം ഒരു കളർമയം നമുക്ക് നിറഞ്ഞിരിക്കുന്ന സാധനങ്ങളൊക്കെ. പിന്നെ ഇവിടെ എന്തോ എനിക്കത്ര ബോധിച്ചില്ല. എന്തായാലും അവർ നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട്, നന്നായിട്ട് ഇതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട്, ക്യാബിൻസൊക്കെ അതിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മളൊരു ടേസ്റ്റിന് പറ്റിയതല്ല, നമുക്ക് ഇത്രയൊക്കെ ഇത് വേണ്ട. ആകെ കുറച്ച് കൺജസ്റ്റഡ് ആയിട്ട് തോന്നി. എന്തൊക്കെയോ അവർ നന്നായി ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ എന്തൊക്കെയോ എനിക്ക് ഇഷ്ടപ്പെടാതെ പോയി. എനിക്ക് നല്ല ആർക്കും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഈ ബാൽക്കണി ഒരു സുഖമില്ല, ഒരു വ്യൂ ഇല്ല, ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നേരെ മറ്റുള്ളവരുടെ ബാത്റൂമിൻ്റെ ജനലിലേക്കൊക്കെയാണ് കാണുന്നത്. അപ്പോൾ വെറുതെ ഒരു ബാൽക്കണി ആ സ്പേസ് കളയാൻ വേണ്ടി വെച്ചതുപോലെ ഉണ്ട്. പിന്നെ ഇത് പുറത്തേക്ക് 2 ബാൽക്കണി ഉണ്ട്. ഇത് ഞാൻ തുറക്കാൻ പറ്റിയില്ല എനിക്ക്. അങ്ങനെ കുറേ ബാൽക്കണിയൊക്കെ വെച്ചിട്ട് തന്നെ കുറേ വേസ്റ്റ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. റൂമൊക്കെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. പിന്നെ മിറർ കണ്ടാൽ ഞാൻ ഇതുപോലെ ഒരു പോസ് ചെയ്യട്ടോ. പിന്നെ എൻ്റെ മോൾ ഇതൊക്കെ തുറക്കാൻ നോക്കുകയാണ്, ഇതൊന്നും തുറക്കാൻ പറ്റില്ല കുട്ടി. അങ്ങനെ നമ്മളിത് ക്യാൻസൽ ചെയ്തു. ആക്ച്വലി ഇത് 96 ലക്ഷം അങ്ങനെ എന്തോ, നിയർലി 1 crore ആണ് പറഞ്ഞത് ഈ ഒരു വില്ലയ്ക്ക്. നമ്മൾ ഓക്കെ വേണ്ട, നമ്മൾ ഇവിടുന്ന് ഇറങ്ങി. പിന്നെ നെക്സ്റ്റ് വില്ല കാണാൻ പോവാണ്. അപ്പോൾ അത് അങ്ങോട്ടേക്കാണ് കേട്ടോ അടുത്ത യാത്ര. അത് 92 ആണ് പറഞ്ഞത്. ഒരു 4 ലക്ഷത്തിൻ്റെ വ്യത്യാസം അങ്ങാനേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അടുത്തത്. ഇവരും നമ്മൾ പുറത്തേക്ക് പോയത് കാരണം വിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ഇത് അവളുടെ വീടിൻ്റെ കുറച്ചുകൂടി അടുത്തായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ ഇത് ഈ കാണുന്ന പോലെയാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും നെഗറ്റീവായിട്ട് തോന്നിയത് ഈ ഫ്ലോർ മുഴുവനും ബ്ലാക്ക് ടൈലാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടിട്ട് തന്നെ നല്ല ഇരുണ്ടിട്ടാണ്. മറ്റേ വില്ല വെച്ച് നോക്കുമ്പോൾ എത്രയോ ബെറ്ററാണെന്നേ ഉള്ളൂ. ബെറ്ററാണ്, ശരിയാണ്, മറ്റേത് വെച്ച് നോക്കുമ്പോൾ ബെറ്ററാണ്. ഇതുപോലെ കളറൊന്നും കുത്തി മറിച്ചിട്ടിട്ടില്ല. പക്ഷേ നല്ല ഇരുട്ടടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കിച്ചൺ ഭയങ്കര ചെറുതാണ്, നിങ്ങൾ കണ്ടില്ലേ. ആകെ ഒരു ചെറുത് വെച്ച് അത് എന്ത് ചെയ്യാനോ, കുറച്ച് പാത്രടി വെച്ചാൽ ഫുള്ള് തീർന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ക്യാബിൻസ് ഇതും ഒരു ബ്ലാക്കിലാണ് ഫുള്ള് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഐശ്വര്യക്കുറവ് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് കുറച്ചുകൂടി വെളിച്ചമൊക്കെ കയറുന്ന വീടുകളോടാണ് താല്പര്യം. അങ്ങനത്തെ ഒരു വീട്ടിലൊരു പ്ലസൻ്റ് ആയിരിക്കും നമ്മുടെ മനസ്സും. ഇതതുപോലെ തന്നെ 2 ബാൽക്കണി എക്സ്ട്രാ ഉണ്ടായിരുന്നു. റൂം വളരെ ചെറുതാണ്. പിന്നെ ഇതൊക്കെ ഉണ്ട് കേട്ടോ, ഈ ക്യാബിൻ വർക്കൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ നന്നായി പൈസ ഇറക്കിയിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ടാണെന്ന് തോന്നുന്നു അവർ ഇത്രയും വലിയൊരു എമൗണ്ട് പറഞ്ഞത്. ആക്ച്വലി ഇവിടെ ഇപ്പോൾ സ്ഥലത്തിനൊക്കെ നല്ല വില കൂടിയിട്ടുണ്ട്. എയർപോർട്ടൊക്കെ വരാൻ പോവുകയാണല്ലോ അടുത്തൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാം കൂടി നല്ല പ്രൈസും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത്രയും എമൗണ്ട് കൊടുത്ത് വാങ്ങാനുള്ളത് ഈ വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് തന്നെ ഞാൻ പറയുന്നത്. ബാത്റൂമാണോ എന്താണെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ തുറക്കാൻ നോക്കിയിട്ട് എനിക്ക് പറ്റാത്ത എന്തൊരു സംഭവമാണ്. അങ്ങനെ മുകളിലേക്കൊന്നും പോയില്ല കേട്ടോ. മുകളിലേക്ക് പോയാൽ അവിടെ ടെറസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ബാൽക്കണി ഒക്കെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നോക്കിയാൽ നമ്മൾ അടുത്ത വീട്ടിലത്തെ ഒരു ബാത്റൂം വെൻറ്റിലേഷൻ നേരെ അങ്ങോട്ട് വരുന്നുണ്ട്.
അപ്പോൾ ഇതൊന്നും നോക്കാതെ എന്തൊക്കെയോ ഒരു കൺസ്ട്രക്ഷൻ പോരാ. നമ്മൾ വീടുകളെല്ലാം പുറമേ നിന്ന് കാണും ഒരുപോലെ ഉണ്ടെങ്കിലും ഉള്ളിൽ കയറിയാൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടോ. ഇത് മാതള നാരങ്ങയാണ്. അവരുടെ ഗാർഡനിൽ അവർ മാതളമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ എന്താ പറയുക, ഉറുമാമ്പഴം, പൊംഗ്രാനൈറ്റ് എന്നൊക്കെ പറയില്ല, അതാണ് കേട്ടോ. പിന്നെ എൻ്റെ അമ്മ വൈകുന്നേരത്തെ സൈക്ലിംഗ് ആണ് എൻ്റെ മോളുടെ സൈക്കിളൊക്കെ വെച്ചിട്ട്. പിന്നെ എന്തായാലും വാക്കിങ്ങിനൊക്കെ പോകട്ടെ. നമ്മളെല്ലാവരും കൂടി അവിടെ ഇരുന്നിട്ട് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫ്ലോപ്പായി ബിരിയാണിക്ക് പകരം എന്ത് രാത്രി കഴിക്കുന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവരൊക്കെ പോയിട്ട് ഫ്രൈസൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. നമ്മൾ ഫ്രൈസൊക്കെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ അടുത്തൊരു സ്ഥലത്ത് നല്ല ക്രിസ്പായിട്ടുള്ള ഇതുണ്ടല്ലോ, ഇത് ബേബി കോൺ പൊരിച്ചത്, പിന്നെ ഗോബി പൊരിച്ചത്, അങ്ങനെയൊക്കെ ഓരോന്നായിട്ട് കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും കുറേ വാങ്ങാറുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി കഴിച്ചിട്ട് അവരവിടെ കാർഡ്സൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള റെഡി ആവാൻ കേട്ടോ. അപ്പോൾ ഞാനിവിടെ പൊരിക്കുന്നു, അവിടെ കാർഡ്സ് കളിക്കുന്നു.